നമുക്ക് ഏവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള ഒരു സൃഷ്ടി എന്നുള്ളത് മനുഷ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനേകം അനുഗ്രഹങ്ങൾ നൽകി വിശിഷ്ടരായിക്കൊണ്ട് വളർത്തുന്ന ഒരുപാട് നിഅമത്തുകൾ നൽകിയ ഒരു വർഗമാണ് മനുഷ്യവർഗം എന്നുള്ളത്. ആ ഒരു മനുഷ്യവർഗത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ദീനിൽ ഉൾക്കൊണ്ടവർ, അതായത് മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ. ആ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ നേടിയെടുക്കേണ്ട ഒരു അറിവുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് പലതരത്തിലുള്ള അറിവുകൾ നേടിയെടുക്കുന്നുണ്ട്. ഡോക്ടറിന് പഠിക്കുന്ന ആളുകളുണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുണ്ട്, അല്ലാതെ ആർട്സ് കോളേജ് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി പല മേഖലകളിൽ പഠനം നടത്തുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അവരവരുടെ ജോലിക്ക് ആവശ്യമായിക്കൊണ്ടുള്ള വിവിധ തരം കോഴ്സുകൾ പഠിക്കുന്ന ആളുകളുണ്ട്. ഒരു മനുഷ്യൻ അവൻ്റെ 3 വയസ്സ് മുതൽ അല്ലെങ്കിൽ 5 വയസ്സ് മുതൽ പഠനങ്ങൾ തുടങ്ങി PhDയും PGയും PhDയും അതിന് മുകളിലോട്ടുള്ള പഠനങ്ങളും ഉപരിപഠനങ്ങളുമായിക്കൊണ്ട് ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, അവൻ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയൊരു ഇൽമുണ്ട്, മഅരിഫത്തുല്ലാഹ്. അവനെ സൃഷ്ടിച്ച് അവനെ പരിപാലിക്കുന്ന, അവനിക്ക് വേണ്ടി എല്ലാം നൽകുന്ന അവന്റെ രക്ഷിതാവിനെ അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക ഏറ്റവും വലിയ ഇൽമാണ്. ഉലമാക്കളൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതും ഒരു ത്രാസിൽ വെച്ച് മഅരിഫത്തുല്ലാഹ് പഠിച്ചത് ഒരു ത്രാസിൽ വെച്ചാൽ മഅരിഫത്തുല്ലാഹ്ക്കായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചതായിരിക്കും ആ ഒരു തുലാസിൽ ഭാരം തൂങ്ങുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ ആ അള്ളാഹുവിനെ നമുക്ക് പേടിക്കാനും ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിക്കൊണ്ട് പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം, നിനക്ക് ആരാധനയ്ക്ക് അർഹനായിക്കൊണ്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് നീ അറിയണം. നീ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ വ്യക്തി, അവൻ ആ ഒരു ഇസ്ലാമിയത്ത് പൂർണ്ണമാകണമെങ്കിൽ അവന് വാനലോകവുമായി ഒരു ബന്ധമുണ്ടാകണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഒരു ബന്ധമുണ്ടാകണം. എന്നാൽ മാത്രമാണ് അവൻ ഒരു ഇസ്ലാമിക മതവിശ്വാസിയായി പൂർണ്ണമാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് പരിഭവം വന്നാലും, വേദനകൾ വന്നാലും അവൻ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫലസ്തീൻ ജനത. നമ്മൾ പലതരത്തിലുള്ള വീഡിയോകളിലും സോഷ്യൽ മീഡിയയിലുള്ള കാണുന്നുണ്ട്. യാ അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് 3 വയസ്സുള്ള ഒരു പെൺകുട്ടി ഓടുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അവർക്ക് എങ്ങനെയാണ് ഈ തവക്കുൽ ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിഞ്ഞത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ പ്രയാസങ്ങൾ കടന്നു വരുന്നുണ്ട്, ചെറിയ ചെറിയ വേദനകൾ കടന്നു വരുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും താങ്ങാനാവുന്നില്ല. അപ്പോഴത്തേക്കും നമ്മളെല്ലാവരും നിരാശരാവുകയാണ്. ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നതായിട്ടുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. വിശുദ്ധ ഖുർആനിലെ വചനമാണ്. ആ നിരാശപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് അറിയുക തന്നെ വേണം. ആ മഅരിഫത്തുല്ലാഹ് എന്ന അറിവ് നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കണം. അത് എവിടെയെങ്കിലും ഒരു തുമ്പും പാലുമില്ലാത്ത രൂപത്തിലല്ല, വ്യക്തമായ രൂപത്തിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. മൻ റബ്ബുക്, നിന്റെ രക്ഷിതാവ് ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആരാണ് അള്ളാഹു എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം പറയാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം സൃഷ്ടിച്ചത്, അവനല്ലാതെ മറ്റാരും ആരാധനയ്ക്ക് അർഹനില്ല എന്ന് വിശുദ്ധ ഖുർആന്റെ വചനം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാ കാര്യത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലൂടെയും വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയണമെന്നുള്ളത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ പഠിക്കണ്ടേ? എന്നാൽ മാത്രമല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എന്തിന് എൻ്റെ റബ്ബിനെ കുറിച്ച് പഠിക്കണം? അതിന് ഏറ്റവും വലിയ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടാവാണ്. ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ ഒരാളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ? മൊബൈൽ ഉണ്ടാക്കിയ ആളെ കുറിച്ച് നമ്മൾ പഠിക്കാറില്ലേ? വാഹനം ഉണ്ടാക്കിയ ഒരാളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ലേ? നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ രക്ഷിതാവിനെ കുറിച്ച്, നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് നമ്മളല്ലാതെ മറ്റാരാണ് പഠിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ മുന്നിലുള്ള ആളുകളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന് വിശുദ്ധ ഖുർആനിലെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഞാൻ എന്തിനാണ് എൻ്റെ റബ്ബിനെ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒന്നാമത്തെ ഉത്തരം അതെന്റെ സൃഷ്ടാവാണ്. എന്നെയും എൻ്റെ മുമ്പുള്ള എല്ലാ ആളുകളെയും സൃഷ്ടിച്ചത് എൻ്റെ റബ്ബാണ്. അങ്ങനെ ആത്മാർത്ഥമായി പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇബാദത്തെല്ലാം അത് അല്ലാഹുവിനോട് മാത്രമാണ്. സുജൂദ് ചെയ്യേണ്ടതും അല്ലാഹുവിനോട് മാത്രമാണ്. വിശുദ്ധ ഖുർആനിലെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ ലാ തസ്ജുദു ലിശംസി വൽ ഖമർ വസ്ജുദു ലില്ലാഹ്. സൂര്യനും ചന്ദ്രനും രാവും പകലും എന്നുള്ളതെല്ലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് മാത്രമാണ്. അവരൊന്നും നിങ്ങൾ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. വസ്ജുദൂ ലില്ലാഹ്, നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്, പ്രണാമം അർപ്പിക്കേണ്ടത് നിങ്ങളുടെ അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമാണെന്ന് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ. ആ സുജൂദ് ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അറിയാവുന്നതാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവുമായി ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന സന്ദർഭം എന്നുള്ളത് സുജൂദിലായിരിക്കുന്ന സന്ദർഭത്തിലാണ്. അതുകൊണ്ടാണ് ഈ വചനത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ അത് അല്ലാഹുവിന്റെ മുന്നിലായിരിക്കണമെന്ന് വ്യക്തമാക്കി തന്നെ പഠിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലന് നൽകേണ്ട എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം നൽകുക. അവനോട് പറയേണ്ട കാര്യങ്ങൾ അല്ലാഹുവിനോട് മാത്രം പറയുക. തന്റെ പ്രയാസങ്ങളും പരിഭവങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പറയേണ്ടത് നമ്മുടെ റബ്ബിനോടാണ്. ആ റബ്ബിനെ ഒരു നല്ല കൂട്ടുകാരനായി തിരഞ്ഞെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനിമിഷങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വഫാത്തിന് നേരത്തെ വന്നത് ഫി റഫീഖിൽ അല, ഉന്നതനായ എന്റെ കൂട്ടുകാരന്റെ അരികിലേക്കാണ് പോകുന്നത്. അവിടെ എങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടുകാരനാക്കാൻ സാധിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വ്യക്തമായി പഠിച്ചത് കൊണ്ടാണ്. സ്വഹാബത്തൊക്കെ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുന്നത് കേട്ടാൽ വജിലത് ഖുലൂബുഹും, ഖുർആൻ പരിചയപ്പെടുത്തിയ രൂപമാണ്. ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങും. പ്രിയപ്പെട്ടവർ, നമ്മൾ പഠിക്കാൻ തുടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റം ചില്ലറയൊന്നുമല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ഞാനും പലതരത്തിലുള്ള ചിന്തകളായിരുന്നു. പക്ഷെ ഒരാളുടെ ഉപദേശം കേട്ടതുകൊണ്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല. നമുക്ക് കുറച്ചുകൂടി തഖ്വ ഉണ്ടാകും എല്ലാ മേഖലയിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച തഖ്വ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിയണം. അറിയേണ്ട രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഓരോരുത്തരും അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമീപസ്ഥനാണ്, ഏറ്റവും അടുത്തുള്ള ആളുകളാണ്. പല ആളുകളും പരിചയപ്പെടുന്നുണ്ട് അല്ലാഹു ഒരു ട്രാൻസ്ഫോമറാണ്, നമ്മളൊരു വീട്ടിലെ ബൾബും. അതിനിടയിൽ ഒരു പോസ്റ്റൊക്കെ വേണ്ടെന്ന് പരിചയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രിയപ്പെട്ടവരെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാഹു നമ്മുടെ ഏറ്റവും സമീപസ്ഥനാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പരിചയപ്പെടുത്തി പഠിപ്പിച്ചിരിക്കുകയാണ്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന്റെ മനസ്സിൽ മന്ത്രിക്കുന്നതും ഞാൻ അറിയുന്നു. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്താണ്.
എന്താണ് കണ്ടനാടി? നമ്മുടെ ജീവനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഞരമ്പാണ്. ആ ഒരു ഞരമ്പിലാണ് നമ്മുടെ ജീവൻ ഏറ്റവും അടുത്തിരിക്കുന്നത്. ആ നമ്മുടെ ജീവനേക്കാൾ അടുത്താണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിനോടല്ലേ നമ്മുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും നമ്മൾ പറയേണ്ടത്. ഒന്ന് സങ്കല്പിച്ച് നോക്കാം, ഒരു 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ ഒരു 6 അടി മണ്ണിൽ കിടക്കുന്ന ഒരാളടുത്ത് പോയി സംസാരിക്കുക എന്നുള്ളത് എത്ര വലിയ വിഡ്ഢിത്തമാണ്. ആ 6 അടി മണ്ണിൽ കിടക്കുന്ന ഒരാളോട് തന്റെ പ്രയാസങ്ങളും പരിഭവങ്ങളും പറഞ്ഞാൽ എങ്ങനെയാണ് കേൾക്കുക? നമ്മൾ ആലോചിക്കാം, 12 മീറ്റർ താഴോട്ടുള്ള ഒരു മനുഷ്യനടുത്ത് സംസാരിക്കണോ, അത് ഇത്ര അടുത്തുള്ള ഈ കണ്ടനാടേക്കാൾ അടുത്തായി നമ്മുടെ റബ്ബിനോടാണ് സംസാരിക്കേണ്ടത്, പ്രയാസങ്ങൾ പറയേണ്ടത്. ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചൂടെ? ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കൂലേ? ഈ കണ്ടനാടേക്കാൾ അടുത്തായ റബ്ബിനോടല്ലേ നമ്മുടെ പ്രയാസങ്ങൾ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലി വലിയുമിനു ബി വലഅല്ലഹും യർശുദൂൻ. എന്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാൽ പ്രവാചകനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഏറ്റവും സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലി. ചോദിക്കുകയാണെങ്കിൽ അത് അല്ലാഹുവിനോട് ചോദിച്ചാൽ ഞാൻ അവന് ഉത്തരം കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിലും അല്ലാഹുവിനെ അറിയണം, ചോദിക്കണമെങ്കിലും അല്ലാഹുവിനെ അറിയണം. മഅരിഫത്തുല്ലാഹ് എന്ന ഇൽമ് ഉണ്ടായിരിക്കണം. വെറുതെ തൊള്ളവിടായി പറയുന്നതല്ല, കാര്യമായി കൊണ്ട് അനുഭവത്തിനെ വിളിച്ചു നിന്നും അനുഭവം നേടിയെടുത്ത ആളുകളുടെ അനുഭവം കേട്ടത് കൊണ്ട് പറയുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഒന്ന് പരീക്ഷിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ അറിയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അഖീദയുടെ കിതാബൊക്കെ പഠിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ മറ്റ് കിതാബുകൾ ദർസൊക്കെ കേൾക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനൊക്കെ പ്രയാസമായിരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ മതി. അതിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാൻ സാധിക്കും. ആരാണ് അല്ലാഹു, മൻ റബ്ബുക് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അല്ലാഹുവിന്റെ കലാമിലുണ്ട്. നമ്മളത് പരിശോധിക്കാത്തതുകൊണ്ടാണ്, പഠിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയാതെ പോകുന്നത്. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി തന്നെ പഠിക്കണം. നമ്മുടെ ഏറ്റവും സമീപസ്ഥനായിക്കൊണ്ടുള്ള അല്ലാഹുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറ മുജാദിലയുടെ അല്ലാഹു പറയുന്ന വാക്യമുണ്ട്, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ് മാ യകൂനു മിൻ നജ്വാ തലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്തറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ. ആകാശങ്ങളിലും ഭൂമിയിലും നടക്കുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നത് നീ കാണുന്നില്ല എന്ന ആദ്യത്തെ ചോദ്യം. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്. വീണ്ടും പറയുന്നത് മാ യകൂനു മിൻ നജ്വാ തലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും. നിങ്ങൾ 3 ആൾക്കാർ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ 4ാമനായിക്കൊണ്ട് അല്ലാഹു ഇല്ലാതെ നിങ്ങൾ സംസാരിക്കുകയില്ല. നിങ്ങൾ 3 ആൾക്കാർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് ആരും കേൾക്കുന്നില്ല എന്ന് സംസാരിക്കുകയാണെങ്കിൽ 4ാമനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവും. വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും. ഇനിയിപ്പോൾ നിങ്ങൾ 5 ആൾക്കാരാണെങ്കിൽ 6ാമനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവും. വലാ അദ്നാ മിൻ ദാലിക വലാ അക്തറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ. അതിൽ കുറഞ്ഞതോ കൂടിയതോ ആളായിക്കോട്ടെ, അവരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവും. ഐനമാക്കാണ്, എവിടെയായിരുന്നാലും. അതറിയണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു കുറിച്ച് വ്യക്തമായി പഠിക്കണം. ആരാണ് അല്ലാഹു എന്ന ഇൽമ് നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്കൊരു സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം ഏത് നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഫിറഔന്റെ അടുക്കൽ പോകുന്ന സന്ദർഭം. ആ ഒരു സമയത്ത് അവർ രണ്ടുപേരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഖാല റബ്ബനാ ഇന്നാ ലഖാഫു അൻ യഫ്റുത അലൈനാ ഔ യതഅ. അല്ലാഹുവേ, ഞങ്ങൾ അവന്റെ അടുക്കൽ പോകുമ്പോൾ, ഫിറഔന്റെ അടുക്കൽ പോകുമ്പോൾ അവൻ ഞങ്ങളുടെ നേരെ ചാടുകയോ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മറുപടി, ഖാല ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, ഞാൻ നിങ്ങളെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആശ്വാസം പകരുന്ന വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും കൊടുക്കുന്നുണ്ട്.
നിങ്ങൾ ആ ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ അവിടെ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ, നിങ്ങൾ ആരെ ആക്രമിക്കാൻ വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നനീ മഅകുമ, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പിറകിൽ ഫിറഔനും സൈന്യവും വരികയാണ്. മുന്നിൽ ചെങ്കടൽ, എന്ത് ചെയ്യണമെന്നറിയില്ല. കൂടെയുള്ള ആളുകളെല്ലാം ആകെ വിഭ്രാന്തിയിലായി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഫ്രണ്ടിൽ ആർത്ത് വെച്ച് വരുന്ന ചെങ്കടലും പുറകിൽ സർവ്വസന്നാഹങ്ങളുമായി വരുന്ന ഫിറഔന്റെ സൈന്യവും എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുമ്പോൾ, ആളുകളെല്ലാം വിഭ്രാന്തി കൊണ്ട് പലതും പുലമ്പുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കാലകല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അങ്ങനെയല്ല, എന്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ട്. ആ ഒരു ആത്മവിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ഏത് പ്രയാസ സന്ദർഭത്തിലും പ്രതിസന്ധിയുടെ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പം ഉണ്ടാകുമെന്നൊരു ഉറച്ച ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് മാറാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ വചനമുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. ഈ ഒരു ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പർ എന്ന് പറയുന്ന വേളയിൽ ആ ഒരു മിമ്പർ പ്രകമ്പനം കൊണ്ടുവന്നാണ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ ചില ആളുകൾ അള്ളാഹുവിനെ കണക്കാക്കിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അനൽ ജബ്ബാർ, അനൽ മുതകബ്ബിർ, അനൽ മാലിക്. അവന്റെ വിശുദ്ധ നാമങ്ങൾ, അവന്റെ സിഫത്തുകൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മിമ്പറിൽ പ്രകമ്പനം കൊണ്ടുവന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര മാത്രം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി അടുക്കേണ്ടിയിരിക്കും. നമുക്ക് ഒരുപാട് സുഹൃത്തു വലയങ്ങളുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ജോലിയിൽ വ്യാപൃതരാകുന്നുണ്ട്. പക്ഷെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി എത്ര നേരം ചിലവഴിക്കുന്നുണ്ട്? ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഞാൻ എത്ര നേരം അല്ലാഹുവിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് അല്ലാഹുവുമായി സംസാരിക്കാൻ, അല്ലാഹുവുമായി എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളും പങ്കിടാൻ ഞാൻ എത്ര നേരം മാറ്റിവെക്കുന്നുണ്ട്? ദിവസത്തിൽ 25 മിനിറ്റ് നേരമോ 5 നേരം ഫർള് നമസ്കരിക്കാൻ വരുന്ന സമയം മാത്രമാണോ ഞാൻ മാറ്റിവെക്കുന്നത്? അതിനപ്പുറമായിക്കൊണ്ട് ഒറ്റയ്ക്ക് എൻ്റെ റബ്ബുമായിരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അന ഇൻദ ظنി അബ്ദി, എൻ്റെ അടിമ എന്നെ എങ്ങനെയാണോ വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത്, ഞാൻ അവൻ അതുപോലെ ആയിരിക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഒരാൾ നല്ല രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു എന്നെ സഹായിക്കും. അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചും സിഫത്തിനെ കുറിച്ചും മനസ്സിലാക്കി അല്ലാഹുവിൽ പ്രതീക്ഷിച്ച് അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലാഹു ആ മനുഷ്യൻ അതുപോലെ ആയിരിക്കും. ഇനി അഥവാ അവൻ മോശമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. അതുപോലെ തന്നെ ആ ഹദീസിന്റെ ബാക്കിയായി കൊണ്ട് പറയുന്നുണ്ട്, അവൻ എന്നെ ഓർത്താൽ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. അവൻ എന്നെ ഓർത്താൽ ഞാൻ അവനെ ഓർക്കുന്നതാണ്. ആ ഹദീസിന്റെ ബാക്കി വീണ്ടും ഒരു വലിയ വിശദമായ ഹദീസാണ്. അവൻ അവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ എന്റെ മനസ്സിൽ അവനെ ഓർക്കും. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ മനസ്സിൽ നമ്മൾ ഓർക്കുന്നു. നമ്മുടെ മനസ്സിൽ നമ്മൾ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മനസ്സിൽ അള്ളാഹു നമ്മെ ഓർക്കും. ഒരു സമൂഹത്തിന് മുന്നിൽ, ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അവൻ എന്നെ കുറിച്ച് ചിന്തിച്ചാൽ ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ള ഒരു ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ അവനെ ചിന്തിക്കും. ഒരു കൂട്ടം ആളുകൾ അവന്റെ സുഹൃത്ത് വലയം അവനെ തെറ്റിലേക്ക് വലിക്കുന്ന ആ ഒരു സമയത്ത് അവൻ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് അതിൽ നിന്ന് മാറുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്കൃഷ്ടനായ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് അവനെ ഓർക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുകയാണ്. ആ ഹദീസിന്റെ ബാക്കി വീണ്ടും പറയുകയാണ്, മൻ തഖറബ ഇലൈഹി ശിബ്റൻ, ഒരു വിരലിന്റെ നീളത്തിന് ആരെങ്കിലും എന്നിലേക്ക് അടുത്താൽ തഖറബ്തു ഇലൈഹി ദിറാഅൻ, ഞാൻ അവനിലേക്ക് ഒരു മുഴം എടുക്കുന്നതാണ്. മൻ തഖറബ ഇലൈഹി ദിറാഅൻ, ആരെങ്കിലും എന്നിലേക്ക് ഒരു മുഴം എടുത്താൽ തഖറബ്തു ഇലൈഹി ബാഗ, ഞാൻ അവനിലേക്ക് ഒരു കൈപ്പിടി അടുക്കുന്നതാണ്. ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഒരു മുഴം നീളം അടുത്താൽ ഒരു കൈപ്പിടി നീളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അടുക്കും. വഇൻ ആതാനി യംശി, ഒരു അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ആതൈതുഹു ഹർവലത്,
ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയ ആശ. നമ്മൾ എത്രയാണോ ചെയ്യുന്നത് അതിന്റെ ഇരട്ടിയായിരിക്കും ഇങ്ങോട്ട് കിട്ടുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഇരട്ടിയാണ് ഇങ്ങോട്ട് ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ആലോചിച്ചാൽ, അല്ലാഹുവിലേക്ക് അടുത്താൽ അല്ലാഹു നമ്മിലേക്കും അടുക്കും, നമ്മോടൊപ്പം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിൽ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ നല്ലത് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ, അതായത് നന്മകൾ ചെയ്യാൻ ചിന്തിക്കുകയാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, അവനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. വേറൊരു ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാ. എത്ര മനോഹരമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അഹബ്ബ അല്ലാഹു ലിഖാ, ആ മനുഷ്യനെ കാണാൻ അല്ലാഹുവും ആഗ്രഹിക്കും. എത്ര മഹത്തരമായ അവസരമാണ് നമ്മൾ. അല്ലാഹുവിനെ കാണാൻ ഒരു അടിമ ആഗ്രഹിക്കുകയാണെങ്കിൽ അഹബ്ബ അല്ലാഹു ലിഖാ, അല്ലാഹുവും ആ അടിമയെ കാണാൻ ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിൽ അല്ലാഹുവിനെ കാണാനും അല്ലാഹുവിനെ അറിയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.